ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ചിക്കൻ റോസ്റ്റാണ്. നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കിയെടുത്തതാണ് ഇന്നത്തെ എൻ്റെ ചിക്കൻ റോസ്റ്റ്. ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ചിക്കൻ റോസ്റ്റിന് ഞാൻ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മസാലയെല്ലാം ഇതിൽ ചേർത്ത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചത് നല്ലതുപോലെ ഇളക്കി മാറ്റി വെക്കാം. മസാലയെല്ലാം ഇത് നല്ലതുപോലെ പുരട്ടി നമുക്കിതൊരു അരമണിക്കൂർ മൂടി വെക്കാം. മണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ വറക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് മൊരിയരുത്. നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം മറിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നതിന് എനിക്കൊരു 1/2 കപ്പ് നല്ല കൊഴുത്ത തേങ്ങാപ്പാൽ വേണം. ഫ്രീസറിൽ നിന്നെടുത്ത ഈ തേങ്ങയിലേക്ക് ഞാൻ നല്ല ചൂടുവെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ പാല് മുഴുവൻ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ഇടണം. കൂടുതൽ ഉപ്പായി പോയത് നമ്മൾ ചിക്കനയിലൊക്കെ ഉപ്പ് പുരട്ടി വെച്ചതാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന തേങ്ങ നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുന്നതിനുള്ള ഒരു ടിപ്പാണിത്. ചൂടുവെള്ളം ഒഴിക്കുക, ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക, നല്ലപോലെ മിക്സിയിൽ അടിച്ച് ഇതിൻ്റെ കട്ടിക്കുള്ള പാൽ നമുക്കെടുക്കാം. തേങ്ങ നമ്മൾ നല്ലതായിട്ട് അടിച്ചെടുത്തു. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മൾ കട്ടിക്കുള്ള തേങ്ങാപ്പാലും നന്നായിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് കോരാം. ചിക്കൻ മുഴുവൻ നമ്മൾ വറുത്ത് കോരി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇത് വഴറ്റാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളുപ്പും കൂടെ ഇതിന് അരപ്പിലിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 ചെറിയ ടൊമാറ്റോയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് നല്ലതുപോലെ ടൊമാറ്റോ വേകുന്നിടം വരെ വഴറ്റാം. ടൊമാറ്റോ എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ഇട്ട് നല്ലതുപോലെ ഒന്നും കൂടെ വഴറ്റാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ആ മസാലയുടെ എല്ലാം ആ കുത്തലൊന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ വറുത്തെടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ഈ ചിക്കൻ ഫ്രൈയിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടുള്ള വെള്ളമായിരിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഗ്രേവിയെല്ലാം ഒന്ന് കുറുകി വരുന്നിടം വരെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ചിക്കൻ ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലെ അരപ്പെല്ലാം നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്.
ഈ ചിക്കൻ റോസ്റ്റിലേക്ക് നമ്മൾ 1/2 കപ്പ് കട്ടിക്കുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് 1 ടൊമാറ്റോ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നോക്കിയാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ റോസ്റ്റിന്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.